ശ്രീരാമനാമം ജപസാരസാഗരം. മേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം. വൃത്തം കേക. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനേ ചാരുശീലേ ചൊല്ലിടൂ മടിയാതെ. നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജകളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളതേലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായെത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. അത്രി മഹർഷിയുടെ അടുത്തുനിന്ന് അവർ ദണ്ഡകാരണ്യത്തിലേക്ക് യാത്ര തുടരുകയാണ്. ദണ്ഡകാരണ്യ പ്രവേശം. പ്രത്യുഷസ്യുദ്ധായ താൻ നിത്യകർമ്മകം ചെയ്തു നത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡല മണ്ഡിത മാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ. ഞങ്ങളെ പെരുവഴി കൂട്ടേണമിതിനിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നീതാരുള്ള ദഹോദവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി മാമുനീതാനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരൂവടികനിഞ്ഞങ്ങെഴുന്നള്ളിയിടണ മന്ദികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടി ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുടൻ പർണശാല പൊക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യர்களോടരുളി ചെയ്തു രാമൻ, ഇന്നതീ കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ.
ശ്രീരാമസീതാ സുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാഗാനനാമകം പുങ്കാർ ജില്ലീജംകാരനാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണാകീർണമാതപാഹീണം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കേണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മായാ മഹാമായാ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തത്പ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽഹാരോൽപല കുമോദാംബുജ രക്തോൽപല ഫുല്ലപുഷ്പേന്ദീവരശോഭിത മച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായ വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ടാന്വിതവക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസസ്ഥലന്യസ്തശൂരാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹീഷവരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലറി വന്നേടിനാനതു നേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിടു രാമചന്ദ്രൻ. കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാമേ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിലകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതരമവനിട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോവേനലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നീതസ്തഭയം ശാപതൂണീരബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കൊരുത്തേറോ മതി ബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താനിക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേരെന്നുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമാമിവനും മത്സഹോദരൻ പുക്കിതുവനന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാവും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയുകനെ. ശ്രുത്വാ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ. ഇത്രിലോകത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളതിത്രയും മൂഢൻ ഭവാൻ എന്നിഹ ധരിച്ചേ ഞാൻ. മൽഭയം നിമിത്തമായി താമസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോയവീൻ.
അല്ലായകയിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിഷപ്പടക്കിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതോ കണ്ടു രാഘവൻ. അപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്രമം പിളർന്നതി സത്വരം. നക്തഞ്ചരനടുത്താനതോ നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനേതു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിലതോ കണ്ടോ ചിത്വ കൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാരപ്തർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരോ ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭ കാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാംബരത്വടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണമിന്ദീവരദളശ്യാമാമിന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദിത പദം. സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം. വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. വിരാധൻ സ്തുതിക്കണം. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർഭിതനായോരോ ഞാൻ രാത്രിഞ്ചരനായേനല്ലോ. ഇന്ദിരൂവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ. സന്തതമിനിച്ചരണാംബുജയുഗം തവാ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാരാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിന്മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജാവിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനോ ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ആ വിരാധനെ വധിച്ചു. രാക്ഷസനായ ശാപം ദുർവാസ മഹർഷിയുടെ ശാപം കൊണ്ട് രാക്ഷസനായി തീർന്ന ആ ഗന്ധർവന് മോക്ഷം കൊടുത്തു. വിദ്യാധരനാണ് മോക്ഷം കൊടുത്തു. അങ്ങനെ സ്തുതിച്ചു. വിദ്യാധരൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ശരഭംഗൻ എന്നുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹം വലിയ തപസ്വിയാണ്. ഒരുപാട് തപസ് ചെയ്ത് പുണ്യങ്ങൾ ആർജിച്ച ആ ശരഭംഗ മഹർഷി ശ്രീരാമാദികൾ വരേണ്ടതെന്നറിയാം. ശ്രീരാമന് തൻ്റെ പുണ്യം മുഴുവൻ ദാനം ചെയ്തിട്ട് വേണം സ്വർഗത്തിൽ പോകാൻ, ശരീരവും ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പോകാൻ എന്ന് കാത്തിരിക്കുന്നൊരു മുനിവരനാണ്. ആ ശരഭംഗൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. രാമലക്ഷ്മണന്മാരും ജാനകീദാനം പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. ദേവര ധ്യാനത്തിൽ കൂടെ ഭഗവാനെ കണ്ടിരുന്നുള്ളൂ. ഇപ്പോൾ സാക്ഷാൽ മാംസചക്ഷസ്സുകളെ കൊണ്ട് വീക്ഷിച്ചുകൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ആ താപസവരൻ ശ്രീരാമനെ ഭക്തിയോടുകൂടി പൂജിച്ചു. ഗന്ധപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനോ മരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടോ പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ.
ആർജവ ബുദ്ധ്യാചിരം തപസാ ബഹൂതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നേടിനേനദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തോ ഞാനിരുന്നിരു ബന്ധമോ മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭങ്കനം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസ്സന്തതം ജരാജര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദൂർവാദളശ്യാമളമം ഭോജാക്ഷം ക്ഷീരമാസസം ജഡാമഗൂഢം ധനുർധരം. സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. അത്ര ദിവ്യനാണ് ആ മുനി. ആ ശരീരം ഉപേക്ഷിച്ചു. ആ സമയത്ത് ദേവേന്ദ്രൻ വിമാനവുമായി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആകാശമാർഗത്തിൽ വിമാനങ്ങൾ വന്നിറഞ്ഞു. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തേടിനാർ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. ഇന്ദ്രൻ വന്ന് ആ മുനിയെ പാദം വണങ്ങിയാൻ നമസ്കരിച്ചു. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. അവർ മൂന്നുവരും ആ താപസന്റെ ഗതി കണ്ട് അത്ഭുതം തോന്നി. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. അതേമാതിരി കുറേ രാക്ഷസന്മാർ കുറേ കാലം അങ്ങനെ ആ കാട്ടിൽ കഴിഞ്ഞു അവരെന്ന് പറയണം. അങ്ങനെ കുറേ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു. അവരെല്ലാവരും ശ്രീരാമൻ്റെ കൈ കൊണ്ട് മരിച്ച, പിന്നെ യുദ്ധത്തിൽ മരിച്ച സ്വർഗം എന്നാണല്ലോ പറയുക. അങ്ങനെ അവരെല്ലാവരും സ്വർഗത്തിൽ ചെന്ന് ചേർന്നു. ഇനി മുനിമണ്ഡലങ്ങളിലെ കുറേ ആശ്രമങ്ങളിൽ അടുത്തെത്തി അവിടെ എല്ലാവരെയും അവരെ ഓരോ മുനിമാരുടെ ആശ്രമത്തിൽ കുറേ കാലം വസിക്കുന്നുണ്ട്. ഓരോരോ ആശ്രമങ്ങളിലും ഓരോരോ വർഷം, അങ്ങനെ 10 വർഷയുടെ ആ സ്ഥലത്ത് ആശ്രമങ്ങളിൽ വസിക്കുന്നു. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡധീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിദാനം മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഹോകാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരത ശത്രുഘ്നന്മാർ ശംഖുചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോനീടണം. അവരെല്ലാവരും ശ്രീരാമൻ്റെ വരവ് കാത്തിരിക്കുന്ന ആ മുനിമാരാണ്. ഓരോരോ ആശ്രമത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അവരെ ശ്രീരാമാദികളെ. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവർ ഓരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടോ മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തൊന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്രാ നീ കേൾക്കാ. മുനി സത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താമസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര
നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ തത്രൈവ മുനി സത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും മനുജനോടും കൂടി സൽസംഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശ മക്കാലം കാണായി വന്നു. ഓരോ മുനിമണ്ഡലങ്ങളിലും ഓരോരോ വർഷം താമസിച്ചു, ആശ്രമങ്ങളിലും എന്നാണ് പറയുന്നത്. അങ്ങനെ 13-ാമത്തെ വർഷമായി. 13 വർഷത്തെ ഭഗവാന്റെ വനവാസം ആ സമയത്താണ്. പിന്നെ അപ്പോഴാണ് സുധീഷ്ണാശ്രമത്തിലും പോകുന്നു. സുധീഷ്ണൻ അഗസ്ത്യ മഹർഷിയുടെ ഏറ്റവും വലിയ ശിഷ്യനാണ്, വലിയ ഭക്തനാണ് ശ്രീരാമൻ. ആദ്യം തന്നെ സുധീഷ്ണൻ്റെ ആശ്രമത്തിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം അഗസ്ത്യാശ്രമത്തിലേക്ക് പോകണം. സുധീഷ്ണാശ്രമ പ്രവേശനം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യതാപസകുല ശിഷ്യസഞ്ചയപൂർണം, സർവർത്തു ഗുണഗണ സമ്പന്നമനൂപമം, സർവകാലാനന്ദദാനോദയമത്യുദ്ഭുതം, സർവപാദപലതാകുൽമസംകുലസ്ഥലം, സർവസൽപക്ഷി മൃഗഭുജംഗ നിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടുമാഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി, സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംഭൂജിച്ചരുളിനാനഖ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജല നേത്രനായ സകൽഗതം, ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ. സുധീഷ്ണന്റെ സ്തുതിയാണ്. നിന്തിരൂവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ, മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കരൻ മുഖ്യവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വൽഭക്തഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പീലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണോ ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരൂവടി, ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാം സാമേധ്യാന്ത്രപുദ്ഗലപ്പിണ്ഡമാകും ഗാത്രമോർത്തോളമതികശ്മലമതിങ്കലുള്ളാസ്തയാം മഹാമോഹപാശബന്ധവും ചെയ്തി ചാർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും, ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. സേവാനുരൂപ ഫലദാനതൽപരൻ ഭവാൻ, ദേവപാദപങ്ങളെ പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹോമോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ, ഭാനുമാഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽതപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനിന്നാകിലും. സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാം അഗോചരമായൊരു ഭവദ്രൂപം, ത്വന്മായാ വിഡംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം, സ്മേരസുന്ദരമുഖമജീനാംബരധരം, സീതാസംയുക്തം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം നീലനീരദകളേവരം. കോമളമതിശാന്തമനന്തഗുണമഭിരാമമാത്മാരാമമാനന്ദസമ്പൂർണാമൃതം, പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരിത്തിരൂമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്താനാമമുച്ചരിക്കായിടണം, മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി.
വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനെ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനം മർത്യനു വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതേനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ എന്തതീനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ട് അത്യാഗ്രഹമെത്രയോ ഉണ്ടടുത്തതും അഗസ്ത്യാശ്രമം മുനെ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധിഷ്ണനോ മസ്തുതേ ഭദ്രാമതു. തോന്നിയതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ. വാട്ടമെന്നിയെ വസിക്കേണമെന്നി വീടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയം കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജപം. വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യ സഹജനം. വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാവും ചെയ്തിരുന്നൊരു ശേഷം.